കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ എന്നെയും എൻ്റെ സ്ഥാപനമായ മൈ ഡ്രൈവ് കാർ കമ്പനിയെയും കുറിച്ച് അപകീർത്തിപ്പെടുത്തലുണ്ടായി. അതായത് നമ്മുടെ ഈ ഷോറൂമിൽ തന്നെ മുമ്പ് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ചെയ്യാൻ മാത്രം ഏൽപ്പിച്ചിരുന്ന കുറച്ച് എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതിലുള്ള സത്യാവസ്ഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും എന്തൊക്കെയാണ് ശരിക്കും ഇവിടെ നടന്നതും അതുപോലെ തന്നെ ആ വണ്ടിയുടെ ബാക്കിലുള്ള കോൺട്രവേഴ്സീസ് കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ ഷോറൂമിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങളൊക്കെ കണ്ട പോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി ഞാൻ ഇവരുടെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് വണ്ടി കച്ചവടവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോസ് കണ്ട നിങ്ങൾ എന്താണ് വണ്ടി കച്ചവടം ചെയ്യാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഞാനും എൻ്റെ വണ്ടികൾ അവരുടെ വീഡിയോസിൽ കൂടെ വിൽക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നതും അവിടെ എത്തിപ്പെടുന്നത്. അപ്പം ഞങ്ങളോട് കോൺടാക്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു അവർ 12,000 റുപ്പീസ് വെച്ചിട്ടാണ് പ്രൊമോഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം നമ്മളെക്കൊണ്ട് ഒരു വണ്ടിക്ക് 12,000 റുപ്പീസ് കൊടുത്തിട്ട് നമ്മളെക്കൊണ്ട് പ്രൊമോഷൻ ചെയ്യാൻ സാധിക്കത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു, പാർക്ക് ആൻഡ് സെയിൽ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. പാർക്ക് ആൻഡ് സെയിൽ ചെയ്യാമെന്നാൽ ചേട്ടൻ വണ്ടിയും കൊണ്ട് വരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലൊരു 1-2 ഇന്നോവ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും പലരും ഇതുപോലെ ഡൽഹിയിൽ നിന്നൊക്കെ ഓരോ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവർ പെരുമാറാനും അതുപോലെ തന്നെ ഇവിടെ വിൽക്കുന്ന ആവശ്യത്തിനൊക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പം എല്ലാവരെയും കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് ഞാനൊരു 10 വണ്ടി, ഒരു 8 വണ്ടിയൊക്കെ ആയിട്ട് ഞാനിവിടെ ഓൾട്ടിസ്, എത്തിയോസ്, അങ്ങനെ കുറച്ച് ചെറു വണ്ടികളായിട്ട് ഞാനിവിടെ എത്തുകയുണ്ടായി. അപ്പോൾ എത്തിയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരുന്നത് പേ ആൻഡ് പാർക്കിൽ പാർക്ക് ആൻഡ് സെയിൽ നിങ്ങൾക്ക് വണ്ടി ഇടാമെന്ന് പറഞ്ഞാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരാകെ വേറൊരു അവസ്ഥയിലായിരുന്നു. ഇവർക്ക് വണ്ടി എടുത്തു കൊടുക്കുന്ന, ഡൽഹി വണ്ടിയിൽ എടുത്തു കൊടുക്കുന്ന വേറൊരു ആളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അയാളോട് പെർമിഷൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ മാത്രം ഇവിടെ ഡൽഹി വണ്ടിയിൽ ഇറക്കിയാൽ മതി, വേറെ ആരും ഇവിടെ ഇറക്കണ്ട, അതുകൊണ്ട് ആ വന്നവരെയൊക്കെ പെട്ടെന്ന് പുറത്താക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇത് എന്തായാലും ഇവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് വെച്ചാൽ അവരായിട്ട് വിളിച്ച് വരുത്തിയതാണ്. വിളിച്ച് വരുത്തിയിട്ട് അവർ തന്നെ പറഞ്ഞു, ഇതിപ്പോൾ നടക്കത്തില്ല. ഞങ്ങളുടെ വൺ ഓഫ് ദ പാർട്ട്ണർ ഞങ്ങളോട് പറയുന്നത് പുള്ളി തന്നെ വണ്ടി എടുത്തോളാം, വേറൊരു ഡീലർ ഇവിടെ ആവശ്യമില്ല എന്നാണ് പുള്ളിയുടെ ഇത് കാരണം ഞങ്ങളെ അവിടെ നിന്ന് പുറത്താക്കി. അപ്പോൾ നോർമലി ഒരാളുടെ സ്ഥാപനത്തിൽ വന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ നോർമലി അവിടെ നിന്ന് പിന്മാറി നമ്മൾ വണ്ടികളെല്ലാം എടുത്ത് തിരിച്ചു പോയി. അത് കഴിഞ്ഞൊരു 2 മാസം 3 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ ആ സ്ഥലത്തിൻ്റെ ഉടമയുമായ അബ്ദുൾ റൌഫ് കൂടി എന്നെ വിളിക്കുന്നത്. അതായത് ആസിഫെ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ ഷോറൂമിലുണ്ടായിരുന്ന വണ്ടികളും എല്ലാം എടുത്തിട്ട് പോയിരിക്കുകയാണ്. അതായത് മുന്നുണ്ടായിരുന്ന അവരെ വൺ ഓഫ് ദ പാർട്ട്ണർ വണ്ടി ഇറക്കി കൊടുക്കുന്ന ആളുമായിട്ട് എന്തോ പ്രശ്നം അവരുണ്ടായിട്ട് ആ പയ്യൻ അവൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ഈ സ്ഥലം കാലിയാക്കി കൊടുത്തു. അപ്പോൾ അവരെ ഷോറൂം കാലിയായി. അപ്പോൾ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് ആസിഫിൻ്റെ ഒരു സപ്പോർട്ട് വേണം, ഞങ്ങൾക്ക് കുറച്ച് വണ്ടികൾ ഷോറൂമിൽ ഇടാൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആസിഫിനെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് മീറ്റ് ചെയ്യാം, വീട് എവിടെ വന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ 4 മണി സമയം പറഞ്ഞു, ഈവനിങ് കറക്റ്റ് 4 മണിയായപ്പോൾ ഞാൻ ഷോറൂമിലെത്തി. അവരുമായിട്ട് മീറ്റിംഗ് കൂടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു 10-11 മണിയായപ്പോൾ തന്നെ ഇവരെല്ലാവരും എത്തുകയും നമ്മുടെ വീടിൻ്റെ അവിടെ എത്തുകയും അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടാണ് വണ്ടികളുമായിട്ട് ഈ ഷോറൂം നിറച്ചത്. അതായത് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും വണ്ടികളും എല്ലാം കൂടെ നമ്മളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വണ്ടികൾ ഈ ഷോറൂമിൽ എത്തിച്ച് ഷോറൂം വീണ്ടും നമ്മൾ നിറച്ചു കൊടുത്തു. അതായത് അവർക്ക് വണ്ടികളില്ലാതായപ്പോൾ, അതായത് ഷോറൂം കാലിയാക്കി കൊണ്ടുപോയി. അപ്പം വണ്ടികൾ നമ്മൾ വിട്ട് കൊടുത്ത് അങ്ങനെയാണ് എൻ്റെ എൻട്രി ഇവിടേക്ക്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു കാർ ഷോറൂം എന്ന് പറയുമ്പോൾ നമ്മൾ പലരുടെ വണ്ടികളാണ് നമ്മളിവിടെ കൊണ്ടിട്ട് കച്ചവടം ചെയ്തത്. അപ്പോൾ ഈ വന്ന ഓണേഴ്സിനൊക്കെ നമ്മളോടുള്ള വിശ്വാസം കാരണമാണ് വണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അത് കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ വണ്ടി സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക, അത് നോക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഡീലറിൻ്റെ കടമ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന കസ്റ്റമേഴ്സിന് അവരുടെ വണ്ടി സൂക്ഷിക്കുന്നതിനുള്ള അഷുറൻസ് കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഞാനിവിടെ പല കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വണ്ടി പലരെ കൊണ്ടിട്ടാണ്. ഇപ്പോൾ എല്ലാവരും വരുന്നില്ല, എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, വണ്ടി കച്ചവടമായി, എന്തായി, വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, കച്ചവടം ആവുമായിരിക്കും എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ പിന്നെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇവരിടയ്ക്ക് വണ്ടികളൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് ഇടയ്ക്ക് കൊണ്ടുപോകലുണ്ട്. അപ്പം ആ ടൈമിലൊക്കെ നമ്മൾ വണ്ടി ശ്രദ്ധിക്കാറുണ്ട്. ഞാനും ചില സമയങ്ങളിൽ അവർ കൂടെ കയറി പോകാറുണ്ട് വീഡിയോ എടുക്കാൻ.
അപ്പം എനിക്ക് മനസ്സിലായത് വളരെ വളരെ റാഷായിട്ടുള്ള രീതിയിലാണ് വണ്ടി ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വളരെ മിസ് ഹാൻഡ്ലിംഗ് ആണ്. അപ്പം നമ്മൾ പലരും നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച വണ്ടി എനിക്ക് സൂക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ അവർക്കത് വീഡിയോ എടുക്കുക, അവരുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിൽ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ആ വണ്ടികൾ ഉപയോഗിക്കുന്നതല്ലാതെ വണ്ടി സെയിലാവുകയോ അല്ലാതുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വീഡിയോയ്ക്കൊക്കെ നല്ല റീച്ചുണ്ട് സംബന്ധിച്ച്. പക്ഷേ റീച്ച് ഉണ്ടായെന്ന് വെച്ചിട്ട് വീട്ടിൽ കഞ്ഞി വേവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാരണത്താൽ ഞങ്ങൾ പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ വന്നപ്പോൾ തന്നെ നോട്ടീസ് ചെയ്തത് ഇവിടെ ഒരു പ്രോപ്പർ സിസ്റ്റമില്ല. അതായത് ഒരു യൂസ്ഡ് കാർ ഡീലർഷിപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ യൂസ്ഡ് കാറിൻ്റെ അല്ലെങ്കിൽ പാർക്ക് ആൻഡ് സെയിലിൻ്റെ ഒരു സിസ്റ്റം ആകുമ്പോൾ ഒരു വണ്ടി നമ്മുടെ ഷോറൂമിൽ എൻ്റർ ആയാൽ മിനിമം ആ കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലിൽ നിന്ന് കസ്റ്റമറിന് ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കണം. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്, ഇത്ര കിലോമീറ്ററിൽ എൻ്ററായി, നമ്മൾ വണ്ടി റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അക്നോളജ്മെൻറ്റ്. അപ്പം ഇങ്ങനെയുള്ള പല സിസ്റ്റങ്ങൾ, അതായത് വണ്ടി ഇപ്പോൾ ഒരാളെ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകുമ്പോൾ ആ ഓടിക്കുന്ന ആളുടെ ലൈസൻസ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ആ കിലോമീറ്റർ നോട്ട് ചെയ്യണം, എത്ര കിലോമീറ്റർ ഓടി നമ്മൾ നോട്ട് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കുറേ സിസ്റ്റംസ് ഉണ്ട്. അത് യൂസ്ഡ് കാറിൽ എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. അങ്ങനെ നോക്കിയിട്ട് വന്ന് പല കസ്റ്റമറിൻ്റെ വണ്ടി ആയതുകൊണ്ട് നമ്മളത് ചെയ്തേ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പം ആ സിസ്റ്റം ഉണ്ടാക്കുന്ന ചർച്ചകളാണ് എപ്പോഴും ഞാനും ഞങ്ങൾ സംബന്ധമായ ഞങ്ങളുടെ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ കൂട്ടുകാരുമായിട്ട് വന്ന് ഇവിടെ റൌഫ്, അതായത് ഈ സ്ഥാപനത്തിൻ്റെ ഓണറുമായിട്ട് ഞങ്ങൾ മേളിൽ നിന്ന് പല ഡിസ്കഷനുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കഷനും കഴിഞ്ഞ് പിന്നെ നമ്മൾ പല കാര്യങ്ങളും നോട്ടീസ് ചെയ്യുമ്പോൾ വണ്ടികളൊക്കെ വളരെ മോശമായ രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നതും. അതുപോലെ തന്നെ വണ്ടി തിരിച്ചിവിടെ കൊണ്ടിട്ട് കഴിയുമ്പോൾ വണ്ടിക്കകത്ത് ഡീസലില്ല, അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് പോയി വഴിയിൽ AC ഇട്ട് കിടക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നോട്ടീസ് ചെയ്ത് നമ്മൾ പിന്നെ വണ്ടി എടുക്കരുത്, ആ വണ്ടി കൊണ്ടുപോകരുതെന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ വന്നു തുടങ്ങി. ആ റെസ്ട്രിക്ഷൻ വന്നതോടെയാണ് ഇവർക്ക്, അതായത് ഈ ഇൻഫ്ലുവൻസറിനും അവരുടെ കൂടെയുള്ള ആൾക്കാർക്കും എന്നോടൊരു വെറുപ്പായി തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആ സിസ്റ്റം ഫോളോ ചെയ്യാൻ സാധിക്കില്ല. ആ സാധിക്കാത്തതിൻ്റെ പേരിലുള്ളൊരു ദേഷ്യമാണ് എന്നോടുണ്ടായത്. എന്നോടും ഞാൻ സംബന്ധമായി ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഇവിടെ വരുന്നവർക്കും ഉണ്ടായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ സിസ്റ്റം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ ഷോറൂമിൽ നല്ലോണം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഓണറും അതുപോലെ തന്നെ ഈ ഇൻഫ്ലുവൻസറും അവരുടെ കൂട്ടുകാരായി അവരുടെ ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്ന് കുറച്ച് പേരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇതൊരു എഗ്രിമെൻറ്റിലേക്ക് എത്താം. അതായത് വ്ളോഗർ ഇവിടെ വണ്ടി വിൽക്കുകയാണെങ്കിൽ അവർക്ക് ഇത്ര %, അതിൽ ഓണറിന് ഇത്ര %, വണ്ടി കൊണ്ട് ഇട്ടേക്കുന്ന ആൾക്ക് ഇത്ര % എന്ന് പറഞ്ഞാൽ നമ്മളൊരു % കണക്ക് പറഞ്ഞിട്ട് നമുക്ക് ഒരു എഗ്രിമെൻറ്റിലോട്ട് മാറാമെന്ന് പറയുമ്പോഴാണ് ഇവർ കൂടുതൽ വഷളാവുന്നത്. അതായത് അവർക്കൊരു എഗ്രിമെൻറ്റിൽ വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അവർക്ക് ഈ കാർ ഡീലിംഗ് മാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് വെഡ്ഡിങ് കമ്പനി ചെയ്യണം, അങ്ങനെ പല ഇടപാടുകൾ ഞങ്ങൾ നടത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ നിന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അതോടൊപ്പം തന്നെ ഇവിടുത്തെ CCTV, അതായത് ഓഫീസിൻ്റെ അകത്ത് നടക്കുന്ന CCTV പോലും ഷട്ട് ഡൗൺ ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതായത് ഞങ്ങളിവിടെ പല ഡീലിങ്സ് ചെയ്യുന്നുണ്ട്, ആ ഡീലിങ്സിനൊക്കെ തെളിവാകുമെന്ന് അവർ പറയുന്നത്. അതായത് അവർക്ക് ഒരു പ്രോപ്പർ എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ പ്രോപ്പർ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അതായത് അവർക്ക് പല വർക്കുകൾ ചെയ്യണം. അതുപോലെ അവർ ഇടയ്ക്ക് ഇതുപോലെ മോട്ടോക്രോസിൻ്റെ ബൈക്ക് എന്ന് പറഞ്ഞിട്ട് കൊച്ചുകുട്ടികളുടെ ബൈക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. അതും ഒരുപാട് കസ്റ്റമേഴ്സ് ഇതുപോലെ കംപ്ലൈൻ്റ് ആയിട്ട് അവർ വീഡിയോയുടെ അടിയിൽ വരികയും വർത്തമാനം പറയുകയൊക്കെ ചെയ്തത്. ബട്ട് അത് നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമായിട്ട് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആ വണ്ടിക്കകത്തുനിന്ന്, അതായത് നമ്മൾ ഈ പല റെസ്ട്രിക്ഷനും വെച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ ഉപയോഗിക്കുന്ന ഓരോ വണ്ടികൾ നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവരെ ഫോളോ ചെയ്യാൻ ഇവർ വണ്ടി കൊണ്ടുപോകുന്നിടത്ത് ഞങ്ങൾ പോയി തുടങ്ങിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഇവരെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഇവർ ഒന്നുകിൽ ഏതെങ്കിലും ചില്ലിങ് സ്പോട്ടിൽ പോയിരുന്നിട്ട് അവർ മദ്യപിച്ച് നല്ല ഫിറ്റായിട്ട് വേറെ ആരിലൊക്കെ വണ്ടി ഓടിച്ച് നടക്കുന്നു. അതുപോലെ തന്നെ ആ വണ്ടികൾ പിറ്റേ ദിവസം ഇവിടെ വന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സിഗരറ്റിൻ്റെ പൊടി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഞാൻ ഓൾറെഡി ആലുവ SP-ക്ക് ഡീറ്റെയിൽസ് ഞാൻ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥകൾ എന്താണോ പറയുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ SP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ ഇവരെ ഇവിടുന്ന് പുറത്താക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഗ്രിമെൻറ്റിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതോടെ ഈ സ്ഥാപനത്തിൻ്റെ ഓണറായ മിസ്റ്റർ റൌഫിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അത് സംബന്ധമായിട്ട് എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാം എന്നുള്ളൊരിത് പറഞ്ഞു. അപ്പോൾ പിരിഞ്ഞു പോകുമ്പോഴും അവർ നമുക്ക് ഇങ്ങോട്ട് തന്നെ കാശ് തരാനുണ്ടായിരുന്നു. അതായത് പല കാര്യങ്ങൾക്കും ഓണർ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ
ഒരു 30,000 40,000 സംതിങ് എമൗണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നു. അത് തൽക്കാലം അവരെ കൊണ്ട് ഈ പൈസ ഇത്ര നാളും കൊണ്ട് തന്നുകൊള്ളാം, അല്ലെ ഇത്ര തവണകളായിട്ട് തന്നുകൊള്ളാം എഴുതി വെച്ചിട്ടാണ് നമ്മളിവരെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. നമ്മളുമായിട്ടുള്ള എല്ലാ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റും ചെയ്ത് എഴുതി വെച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ പോകുമ്പോൾ നമ്മുടെ കച്ചവടവും നമ്മുടെ വയറ്റിപ്പഴപ്പും മൊത്തത്തിൽ നശിപ്പിച്ചിട്ടാണ് ഇവരിവിടുന്ന് പോയിരിക്കുന്നത്. അതായത് ഇവരിവിടുന്ന് പുറത്താക്കിയത് ഉള്ള കാര്യം പറയാതെ അവരതിന് പകരം ആ ടൈം മഴക്കാലമായിരുന്നു. ഇവിടെ മഴക്കാലത്ത് ഈ ഭാഗത്ത് വെള്ളം കയറി നമ്മുടെ യാർഡിൽ വെള്ളം കയറുകയാണ്. വെള്ളം കയറിയത് കൊണ്ട് ഞങ്ങളുടെ വണ്ടികളുമായിട്ട് ഇവിടുന്ന് ഒഴിയുന്നു. ബാക്കി അവിടെ കിടന്ന വണ്ടികളൊക്കെ വെള്ളം കയറി, ഷോറൂമിൽ വെള്ളം കയറി ഫ്ലഡ് അഫക്റ്റഡായി. അതായത് ഈ ഏരിയയിൽ, അതായത് ഈ കുന്നത്തേരി ഏരിയയിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരു പണി കൊടുത്തിട്ടാണ് അവർ പോയത്. അതിനുശേഷം പല ആൾക്കാരും അവർ ആ വീഡിയോക്കെതിരെ പ്രതികരിക്കുകയും നല്ല രീതിയിൽ കമൻറ്റുകൾ കൊടുക്കുകയും എല്ലാവരും അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യാവസ്ഥ അല്ല എന്നുള്ളത് ആ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്താലും അറിയാൻ സാധിക്കും. അത് പച്ചക്കള്ളമായിരുന്നു. അതായത് നമ്മളെ അതായത് അവരിവിടുന്ന് ഇറങ്ങിയപ്പോൾ എന്നാൽ അവനും തകരട്ടെ എന്നുള്ളൊരു രീതിയിൽ, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ നമ്മളെ വേറൊരു രീതിയിൽ കാണിച്ചിട്ട് അവരിവിടുന്ന് പോയത്. അപ്പം അതിനുശേഷം ഇന്ന് വരെ നമ്മുടെ ഈ ഷോറൂമിൽ ആൾക്കാർ കയറുകയോ അല്ലെങ്കിൽ നമുക്ക് കച്ചവടം നടക്കുകയോ ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഷോറൂം ഒന്നിൽ ആർക്കെങ്കിലും കൈമാറി കച്ചവടം നിർത്താം, അല്ലെങ്കിൽ ഇവിടെ വല്ല ചായക്കടയോ കടിക്കടയോ ഇടാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനും ഇതിൻ്റെ ഓണറും ഇപ്പോൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇതേ ഇൻഫ്ലുവൻസറിൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ഇന്ന് ഒരു വണ്ടി പർച്ചേസ് ചെയ്യാൻ ഇരിട്ടിയിൽ നിന്നൊരു കസ്റ്റമർ വരികയുണ്ടായി. നമ്മുടെ വണ്ടി 2016 മോഡൽ 2.8Z ക്രിസ്റ്റ ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു. അത് നമ്മൾ NOC റേറ്റിനാണ് അവർക്ക് വിറ്റത്. ബാക്കി ടാക്സ് എല്ലാം അവരടച്ച് കേരള രജിസ്ട്രേഷൻ ആയിക്കോളാമെന്ന് പറഞ്ഞു. നമ്മൾ ഏകദേശം 15-16 ലക്ഷം രൂപ അടുപ്പിച്ചാണ് നമ്മൾ ആ വണ്ടി കൊടുത്തിരിക്കുന്നത് അവർക്ക്. അപ്പോൾ അതിൽ അവർ പറയുന്നത് ആ വണ്ടി ചേസ് കട്ട് ചെയ്ത വണ്ടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്നാണ്. ഇതിൻ്റെ മെയിൻ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഫരീദാബാദുള്ള, അതായത് ഹരിയാനയിലുള്ള ഫരീദാബാദുള്ള 36 ടൊയോട്ട എന്ന ഡീലർഷിപ്പിൽ നിന്നാണ്. അവരെ യൂട്രസ്റ്റ് നിന്നാണ് നമ്മൾ യൂസ്ഡ് കാറിൻ്റെ സെക്ഷനിൽ നിന്നാണ് നമ്മൾ ആ വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി എൻ്റെ ഒരു അറിവുള്ളിടത്തോളം ജാനുവരി 2025 വരെ യൂട്രസ്റ്റിൻ്റെ അണ്ടർ വാറൻറ്റിയിലുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പം ഈ വണ്ടിയാണ് ചേസ് കട്ട് ചെയ്ത് നമ്മളവർക്ക് വിറ്റതെന്ന് പറഞ്ഞത്. നിലവിൽ ഈ വണ്ടി ഇപ്പോൾ കേരള രജിസ്റ്റേർഡായി KL 78D3580 എന്ന നമ്പറിൽ വണ്ടി രജിസ്റ്റർ ആയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമായുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതായത് ഫോം 28, 29 എന്ന് പറഞ്ഞ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഓണർ സൈനിട്ട ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ RTOക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആ ഡോക്യുമെൻറ്റ്സ് നിലവിൽ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഇവരെങ്ങനെയാണ് ഒന്ന് ചേസ് കട്ട് ചെയ്ത വണ്ടി എങ്ങനെ ഇവർ കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്തു, 2 ഈ ഫോം 29ലും 30ലും എല്ലാം കസ്റ്റമറിൻ്റെ ഒറിജിനൽ സൈൻ ഇട്ടേക്കുന്ന പേപ്പേഴ്സ് ആര് സൈനിട്ട് ആ പേപ്പേഴ്സൊക്കെ ആര് സബ്മിറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് തെളിയേണ്ടതായിട്ടുണ്ട്. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ അതിൻ്റേതായ രീതിയിലുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അന്വേഷണങ്ങൾ അതിൻ്റെ ഭാഗത്തുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാക്സിമം പർച്ചേസ് വണ്ടികളും നമ്മൾ ടൊയോട്ട ഷോറൂമുകളിൽ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികൾ മാത്രമാണ്. അതായത് യൂട്രസ്റ്റിൽ നിന്ന് മാത്രമാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. പിന്നെ എടുക്കുന്നത് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർ വണ്ടി. നമ്മൾ ഡൽഹിയിൽ ചെന്ന ഒരു ഡീലറിൻ്റെ നിന്നും വണ്ടി എടുക്കാറില്ല. നമ്മളെല്ലാം ഡയറക്റ്റ് കസ്റ്റമർ അല്ലെങ്കിൽ ടൊയോട്ട ഷോറൂംസ്, ഇതല്ലാതെ നമ്മൾ എടുക്കുന്നതല്ല. അങ്ങനെ വരുന്ന വണ്ടികളാണ് ഇവരിത് ചേസ് കട്ട് ചെയ്ത വണ്ടിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു 4 ലക്ഷം രൂപ ഇപ്പം നഷ്ടം വന്നിട്ടുണ്ട്. അതായത് ഈ വണ്ടി ഒരു 2,25,000 അവർ എമൗണ്ടായിട്ട് നമുക്ക് പേ ചെയ്തു. ബാക്കി ഒരു 13 lakh സംതിങ് അവർക്ക് ലോൺ പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോൺ പാസ്സായപ്പം NOC വരുമ്പോൾ 10 ലക്ഷം രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാക്കി കേരള നമ്പറായി ഹൈപ്പോത്തിക്കേഷൻ നോട്ട് ചെയ്യുമ്പോൾ ബാക്കി എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്നായിരുന്നു ബാങ്കിൽ നിന്നുള്ള നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ അതനുസരിച്ച് ഈ വന്നെടുത്ത കസ്റ്റമറിന് ചില ഫാമിലിയിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് യാത്ര ചെയ്യാൻ വണ്ടി ആവശ്യമാണെന്ന് പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അവർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പുതിയ 2023 മോഡൽ കിയ സോണറ്റ് ആയിരുന്നു, IMT വണ്ടി. അപ്പോൾ അതിൽ കയറ്റാനും ഇറക്കാനും കുട്ടി ഇരുത്താനും എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഒരു വലിയൊരു ക്രിസ്റ്റ എടുക്കുന്നതെന്നും ആ ക്രിസ്റ്റയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം
ഈ കുട്ടിക്ക് വണ്ടി യാത്ര ചെയ്യാൻ വണ്ടിയില്ല, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വണ്ടി തരണം, അപ്പോൾ ലോൺ പാസ്സാവാനും NOC ആവാനും ഒക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. എന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. നോർമലി ഉത്തരാഖണ്ഡിൽ എന്ന് വെച്ചാൽ NOC എടുക്കണമെങ്കിൽ അവിടുത്തെ പാർട്ടി RT ഓഫീസിൽ സബ്മിറ്റ് ആവണം, അതോടൊപ്പം തന്നെ ഗ്രീൻ ടാക്സ് അടക്കണം, അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. മിനിമം ഒരു 30 days 35 days നോർമലി എടുക്കുന്നൊരു സിനാരിയോ ആണ്. അപ്പോൾ ഈ 35 days ആവുന്നതിന് മുമ്പ് തന്നെ ഒരു 15 days ആയപ്പോൾ തന്നെ ഈ കസ്റ്റമർ നമ്മളുമായിട്ട് ഭയങ്കരമായ രീതിയിൽ നമ്മളെ പ്രഷർ ഇട്ട്, അതായത് ലേഡിയുണ്ട്, മാഡത്തിൻ്റെ ഹസ്ബൻഡും ഉണ്ട്, രണ്ടുപേരും നമ്മളെ പല രീതിയിൽ ഞങ്ങളുടെ കൊച്ചിന് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഒരുപാട് പ്രഷർ ഇട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് അപ്പോൾ നമ്മളാലോചിച്ചു എന്നാൽ അവർക്കൊരു ഹെൽപ്പായിട്ട് നമുക്ക് ആ വണ്ടി കൊടുത്തേക്കാം. ബാക്കി നമ്മൾ ബാങ്കിനോട് സംസാരിച്ചു. ബാങ്ക് പറഞ്ഞു എല്ലാ എമൗണ്ടും നിങ്ങൾക്ക് ഇനി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനുള്ള ലെറ്ററും ഓതറൈസേഷനും ഞാൻ എഴുതി മേടിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി കൊടുത്തു വിടാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അപ്പം വെറും 2,25,000 രൂപ ആദ്യം തന്നിട്ടാണ് ഞാൻ ആ വണ്ടി കൊടുത്തു വിടുന്നത്. അപ്പം എനിക്ക് വേറൊരു എമൗണ്ടും കിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു 1 month കഴിഞ്ഞിട്ടാണ് ഞാൻ NOC അവർക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് 10 lakhs അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാക്കി വരേണ്ട എമൗണ്ടാണ് ഇവർ വണ്ടി ചേസ് കട്ടിയതാണ്, വണ്ടി കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പുള്ളി നിയമപരമായിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം എനിക്കും വക്കീലുണ്ട്, എൻ്റെ വക്കീൽ ത്രൂ അന്വേഷിച്ചതനുസരിച്ച് കഴിഞ്ഞ മാസം 20-ാം തീയതി തന്നെ ആ കേസ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു ബൈ ഡിഫോൾട്ട് എന്നാണ് എനിക്ക് കോർട്ടിൽ നിന്ന് കിട്ടിയ വിവരം. അപ്പം അതിൻ്റെ ഉത്തരവ്, അതായത് ഞാൻ നഷ്ടപരിഹാരത്തുക കൊടുക്കാനുള്ള ഉത്തരവ് കിട്ടിയിട്ട് പുള്ളി ഇതിൻ്റെ ലോൺ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ICICI ബാങ്കുകാരെ ഇപ്പോൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ICICI ബാങ്കാണ് ഈ വണ്ടിക്ക് ലോൺ കൊടുത്തിരിക്കുന്നത്. പക്ഷേ വണ്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ ഹൈപ്പോത്തിക്കേഷനിൽ കയറ്റിയിരിക്കുന്നത് ഒരു ബന്ധവും ഇല്ലാത്തൊരു മഹേന്ദ്ര ബാങ്കിൻ്റെ ഹൈപ്പോത്തിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ കസ്റ്റമർ ബാങ്കിനെയും ചീറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ബാങ്കുകാരെന്തോ ഇതുവരെ ആക്ഷൻ എടുത്തിട്ടില്ല. പക്ഷേ ആക്ഷൻ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു ഫ്രോഡ്, ഇത്രയും വലിയൊരു ICICI ബാങ്കുകളുള്ള വലിയൊരു ശാഖയോട് കാണിച്ചിട്ട് അവരതിന് പ്രതികരിക്കുന്നില്ല എന്നുണ്ട്. ബട്ട് അവർക്ക് കസ്റ്റമർ ഈസ് ദ കിങ് എന്നുള്ളൊരു സാധനമുണ്ട്. അത് വെച്ചിട്ട് അവർ കസ്റ്റമർ എന്തായാലും EMI അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നിലവിലൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ബട്ട് അവർ ഈ കസ്റ്റമറിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അവർക്ക് എന്തോ ഹിൻ്റൊക്കെ കിട്ടിയിട്ട് അവരും ഇപ്പോൾ ലീഗലി മൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ചേസ് കട്ട് ചെയ്ത വണ്ടിയുടെ സത്യാവസ്ഥ. ഇതിന് ഒരുപാട് സത്യാവസ്ഥകൾ തെളിയാനുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് കള്ളവൊപ്പിൻ്റെ കേസുകളാണ്. ഈ ഒപ്പുകളിട്ട പേപ്പർ എൻ്റെ കയ്യിൽ ഇരിക്കുന്നേ ഉള്ളൂ മാറാനുള്ളത്. ബട്ട് അവിടെ വണ്ടി കേരള രജിസ്റ്റേർഡ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ചേസ് കട്ട് ചെയ്ത വണ്ടി, എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ചേസ് കട്ട് ചെയ്ത വണ്ടി ഇരിട്ടി RT ഓഫീസിൽ നിന്നല്ല ഒരു RT ഓഫീസിലും രജിസ്റ്റർ ചെയ്യാറില്ല. ഞാൻ ഇരിട്ടി RT ഓഫീസിൽ വിളിച്ച് ഇതിനെക്കുറിച്ച് ഫോൺ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറയുന്നത് ചേസ് കട്ട് ചെയ്താണെങ്കിൽ സാർ ഈ വണ്ടി ഇവിടെ രജിസ്റ്റർ ആവില്ല, നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കില്ല, കണ്ടം ചെയ്യാനുള്ള എന്തെങ്കിലും പരിപാടികളായിരിക്കും അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ഈ വണ്ടി കേരള നമ്പരായി, ഈ കസ്റ്റമർ പറയുന്നത് ചേസ് കട്ട് ചെയ്തു. അപ്പം അവരും പറയുന്നത് ചേസ് കട്ട് ചെയ്യാത്ത നല്ല വണ്ടി ആയതുകൊണ്ടാണ് സാർ ആ വണ്ടി ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് കള്ളവെപ്പ്, അതുപോലെ കള്ള രജിസ്ട്രേഷൻ കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ തെളിയേണ്ടതായിട്ട്. എടാ ഇത് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഈ 5 വർഷം ഞങ്ങൾ സ്ഥിരതാമസമില്ല, ഞങ്ങൾ വന്നു പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നാളെ ഒരു ഗസറ്റഡ് ഓഫീസറെ കണ്ട് ഒന്ന് പൈസ കൊടുത്ത് റെഡിയാക്കണം. അത് ഞാൻ ചെയ്തോളാം. അങ്ങനെ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബാക്കിയെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ വണ്ടി എടുത്ത കാര്യങ്ങളും പ്രൂഫുകളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളും ഈ ഇദ്ദേഹത്തിനെതിരെ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നിയമവ്യവസ്ഥയിൽ എനിക്ക് വളരെയധികം വിശ്വാസമുണ്ട്. നിയമം ആരാണോ തെറ്റ് ചെയ്ത് അവർക്ക് നല്ല ശിക്ഷ കൊടുക്കുകയും തെറ്റ് ചെയ്യാത്തതിന് അനുകൂലമായുള്ളൊരു മറുപടി ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഇൻഫ്ലുവൻസർ നമുക്കെതിരെ ഒരുപാട് അപകീർത്തിപ്പെടുത്തലും നമ്മളെ നാണം കെടുത്തിയ കുറച്ച് വർത്തമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടുള്ളത് നമ്മളെ ഗുണ്ടകളാണ്. അവരെ ഭീഷണിപ്പെടുത്താൻ ചെന്നു എന്ന് പറഞ്ഞ ഒരു ഇന്നോവയൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് നമ്മളല്ല, അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കള്ളപ്പണം വെളുപ്പിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരിവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരിൽ വൈറ്റ് പെയിൻറ്റ് തീർന്നിട്ടുണ്ടാവണം, അതുകൊണ്ട് അവർക്ക് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും നമ്മുടെ ബാങ്ക് ത്രൂ നമ്മുടെ വണ്ടി പർച്ചേസുകളെല്ലാം കമ്പനി ത്രൂ അല്ലെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ എല്ലാ പ്രൂഫ്സും IT ഫയലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൻ്റേതായ ഓതറൈസ്ഡ് ആൾക്കാർ വന്ന് ചോദിച്ചാൽ ഞങ്ങളത് പുറത്തു കൊടുക്കുന്നതായിരിക്കും.
പിന്നുള്ളത് നമ്മൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ അനിയനാണെന്നും അവിടുന്ന് വണ്ടി കൊണ്ടുവരുന്നുണ്ടെന്നും നമ്മൾ ഡൽഹിയിൽ നിന്ന് വണ്ടി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കടത്തി കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് മാത്രമേ, ഈ പറയുന്നവർക്ക് മാത്രമേ അതിനുള്ള മറുപടി തരാൻ സാധിക്കത്തുള്ളൂ. അത് നിയമപരമായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ വേണ്ടടുത്ത് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് അന്വേഷിച്ച് അതിനൊരു തീർപ്പുണ്ടാക്കുന്നതായിരിക്കും. അല്ലാതെ നമ്മളും ഇതുപോലെ, അപ്പം ഞാൻ കച്ചവടം ചെയ്യുന്നതായാലും നമ്മൾ ഒരാൾ മാത്രമല്ല, പലർ ഇതിൻ്റെ അകത്ത് കൂടിച്ചേർന്ന് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പം നമ്മളെല്ലാം കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കുന്ന കാശാണ്. ഈ ഷോറൂം കെട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണർ ഗൾഫിൽ കിടന്ന് മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി അയാൾ പല വസ്തുക്കളും വിറ്റ് അതിൻ്റെ പൈസ കൊണ്ട് ഇവിടെ ഒരു സ്ഥലം മേടിച്ച് ഇവിടെ ഒരു ഷോറൂം ഇതുപോലെ ആക്കിയിട്ടതാണ്. അപ്പോൾ പുള്ളിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിട്ട്, ഒരുപാട് നഷ്ടങ്ങൾ, അതായത് ഒരു വരുമാനവും ഇല്ലാതെ കുറേ നാളായിട്ട് നമ്മുടെ ഈ സ്ഥാപനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് ഈ അപകീർത്തിപ്പെടുത്തലിലൂടെയാണ് നമ്മളിപ്പോൾ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അതായത് കച്ചവടം പൂട്ടി എന്നുള്ള അവസ്ഥ തന്നെ വേണം പറയാൻ. ഈ വീഡിയോയും ഇതൊക്കെ കഴിയുന്നതോടെ മിക്കവാറും ഈ കമ്പനി പൂട്ടുക തന്നെയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ അവരുടെ കച്ചവടം പൂട്ടിച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത്. പിന്നെ ജനങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കും. എന്തായാലും എനിക്കും എൻ്റെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഈ കച്ചവടങ്ങളൊക്കെ തന്നെ ജീവിക്കുകയും ചെയ്യും. ജെനുവിനായിട്ടുള്ള വണ്ടി ഞങ്ങൾ കൊണ്ടുവരികയും ചെയ്യും, വിൽക്കുകയും ചെയ്യും. ഞങ്ങൾക്കത് മേടിക്കാൻ ഞങ്ങളുടേതായ കസ്റ്റമർ ബേസും ഉണ്ട്. അപ്പം അതിലെന്തായാലും ഞങ്ങൾക്കൊരു ഒരു ഉറപ്പില്ലായ്മയൊന്നുമില്ല. ഞങ്ങൾ കൊണ്ടുവരുന്ന വണ്ടി എന്താണെന്നും ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നും ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോയെന്ന് പറയുന്നവരും അറിയണം, കേൾക്കുന്നവരും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് തന്നെ. സോ എല്ലാവരും മനസ്സിലാക്കുക, ഈ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ വെറുതെ വണ്ടി കൊടുത്തു വിടുക, അവരെ ത്രൂ കച്ചവടം ചെയ്യാൻ സമ്മതിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ബാക്കി ഇപ്പം തന്നെ നമുക്ക് പല ഡൽഹി മലബാർ കാഴ്ചയിൽ നിന്ന് വരെ നമുക്ക് കോൾ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇടയ്ക്ക് ഈ ഇൻഫ്ലുവൻസർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡൽഹിയിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം മിനിമം 10 ലക്ഷം കിലോമീറ്റർ ഓടിയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇതേ മലബാർ കാർസുകാർ മുമ്പ് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മളവിടെ ഡൽഹി ചെല്ലുമ്പോൾ അവരെയൊക്കെ കാണാറുണ്ട്. അവർ ബിഗ് ഡീലേഴ്സാണ്, അവിടുത്തെ ഡൽഹിയിലെ വലിയ ഡീലേഴ്സാണ്. നമ്മൾ അവരെ നിന്ന് വണ്ടി എടുക്കലില്ല, ബട്ട് നമ്മൾ അവരുമായിട്ട് സൗഹൃദത്തിലാണ്. നമുക്കറിയാം ഷംസുഖാനെയൊക്കെ, ഷംസുഖാൻ നമ്മളെ ഇടയ്ക്ക് വിളിക്കും, നമ്മൾ കാര്യങ്ങളൊക്കെ. അപ്പം ഈ വീഡിയോസ് ഇറങ്ങിയതിന് ശേഷം ഷംസുഖാനെ പലവട്ടം വിളിക്കലുണ്ടായി. എന്താടാ ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്താണ് ഈ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിലെന്താ സത്യാവസ്ഥയുള്ള, നമ്മുടെ കച്ചവടങ്ങളൊക്കെ പൂട്ടിക്കുകയാണല്ലോ. അതായത് ഡൽഹി അതർ സ്റ്റേറ്റ് വണ്ടികൾ എടുക്കുന്ന എല്ലാ ഡീലേഴ്സിൻ്റെയും വയറ്റത്തടിച്ചുകൊണ്ടാണ് ഈ കുട്ടിയുടെ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറങ്ങിയിരിക്കുന്നത്. അതിന് വേണ്ട നിയമവ്യവസ്ഥകളുണ്ട്. ആ നിയമത്തിലുള്ള ആൾക്കാർ തന്നെ ഇവരെ കണ്ടെത്തി അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ വളരെ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. മിടുക്കന്മാരായ പോലീസുകാരാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. എന്തായാലും അവരന്വേഷിച്ച് ഇതിന് നല്ലൊരു തീരുമാനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ അവരിവിടുന്ന് പുറത്തായതല്ല, നമ്മളിവിടുന്ന് ഇങ്ങനെയുള്ള കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ അവരെ നമ്മളിവിടുന്ന് ഒഴിവാക്കിയതാണ്. അതിൻ്റെ റിലേറ്റഡായിട്ടുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. കുറച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അപ്പം ആ വീഡിയോ ക്ലിപ്സും അവരെന്തുകൊണ്ടാണ് ഇവിടുന്ന് പോകേണ്ട വന്നത് എന്ന് സംസാരിക്കുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ പുറത്ത് വിട്ടിട്ടുണ്ട്. നമ്മളും ഈ വീഡിയോയോടൊപ്പം അവസാനമായിട്ട് ആ CCTV ദൃശ്യങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അത് കാണുക, സത്യാവസ്ഥകൾ മനസ്സിലാക്കുക, സത്യത്തെ പ്രൊമോട്ട് ചെയ്യുക, സത്യസന്ധമായി വാഹന കച്ചവടം ചെയ്യുന്നവരെ പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് എനിക്ക് പറയുന്നത്.